ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് എല്ലാ ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളും ലീഡ് വാർത്തയാക്കി തരുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് മാതിരി ബജറ്റ് അവതരണത്തെ സംബന്ധിച്ച വാർത്തയാണ്. ഏറ്റവും വലിയ ദേശീയ വാർത്ത തന്നെയാണ് എല്ലാ പത്രങ്ങളും ഇന്ന് ലീഡ് വാർത്തയാക്കി തരുന്നത്. മോദി ഗവൺമെൻറ്റിൻ്റെ 4ാമത് ബഡ്ജറ്റാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. അക്കാര്യത്തിൽ ആദ്യത്തെ ബജറ്റ് ഒഴിച്ചാൽ ബാക്കി 3 ബജറ്റുകൾ ഇന്നലത്തേതടക്കം സമ്പൂർണ്ണ ബജറ്റുകളും ആയിരുന്നു. ഇന്നലെ അവതരിപ്പിച്ച ഈ ബജറ്റിന് 2 സവിശേഷതകളുണ്ട്. ഒന്ന്, റെയിൽവേ ബജറ്റ് പ്രത്യേകിച്ച് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ശീലവും രീതിയുമായിരുന്നു നമുക്കുണ്ടായിരുന്നത് കഴിഞ്ഞ 78 വർഷമായി. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആ റെയിൽവേ ബഡ്ജറ്റിൻ്റെ പ്രത്യേകിച്ചുള്ള അവതരണം ഒരു വലിയ സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയ്ക്കാണ് റെയിൽവേ ബജറ്റ്, വലിയ നിലവാരത്തിലുള്ള ബജറ്റ്, പ്രത്യേക ബജറ്റായി അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയും ആ പാത തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. ആ റെയിൽവേ ബജറ്റിൻ്റെ പ്രത്യേക അവതരണ രീതി അവസാനിപ്പിച്ചതിന് ശേഷം, പൊതു ബജറ്റ് റെയിൽവേ ബജറ്റിനെ ആഗിരണം ചെയ്തതിന് ശേഷം അതോ വിഴുങ്ങിയതോ അത് പ്രത്യേകിച്ച് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനുശേഷം അവതരിപ്പിക്കപ്പെടുന്ന ആദ്യ ബജറ്റാണ് ഇന്നലെ ധനമന്ത്രി അവതരിപ്പിച്ചത്. അത് ഒരു സവിശേഷതയാണെങ്കിൽ നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റ് എന്ന 2ാമത്തെ സവിശേഷതയും അതിനുണ്ട്. അതുകൊണ്ട് റെയിൽവേയെ സംബന്ധിച്ച് ഈ ബജറ്റ് എന്തു പറയുന്നു? അതുമാതിരി നോട്ട് നിരോധനത്തിന് ശേഷം പുതിയ നോട്ടുകളൊക്കെ വന്നു. പക്ഷേ നാം ബാങ്കിലിട്ടിരിക്കുന്ന പണം നമുക്ക് പിൻവലിക്കാൻ കഴിയാത്ത വിലക്കിൻ്റെ അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. വാക്കിന് നെറിയുള്ള ആളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ട് 50 ദിവസം കഴിഞ്ഞു, 60 ദിവസം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് നമ്മുടെ പണം പിൻവലിക്കാൻ കഴിയാത്ത അവസ്ഥ. 50 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വാക്കിന് വിലയില്ലാത്ത ആളാണ് എന്ന് തെളിയിച്ച അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. 2 കാര്യങ്ങളിലും ഗൗരവതരമായ പഠനം അർഹിക്കുന്ന ബജറ്റായി അത് മാറിയിരിക്കുന്നു. ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഈ പത്രലോകം ആഘോഷത്തോടെ പറയുന്നത് അത് ഡിജിറ്റലൈസേഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. അമിതമായി ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്ക്, പണരഹിത സമുദായത്തിലേക്ക് ആവേഗത്തോടെ മുന്നേറാൻ ഇന്ത്യൻ ജനതയെ സഹായിക്കുന്ന ഡിജിറ്റലൈസേഷനെ അത് സാർത്ഥകമാക്കാൻ ശ്രമിക്കുന്നു. സാങ്കേതിക സങ്കേതമെന്നോ മറ്റോ വിളിക്കാവുന്ന ഈ ഡിജിറ്റലൈസേഷൻ അത് വളരെ വലിയ ശക്തമായ പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഒരു കാര്യം. 2ാമത്, കറൻസി ഇടപാടുകൾ. അത് 24,000 രൂപയെ പിൻവലിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്നത് മാതിരി ഏതു തരം ഇടപാടുകളും ഇനി ഇന്ത്യയിൽ നടത്തണമെങ്കിൽ അത് 3 ലക്ഷത്തിൻ്റെ കറൻസി അല്ലാതെ 3 ലക്ഷം കഴിഞ്ഞാൽ 1 രൂപ പോലും കറൻസി ഇടപാട് അസാധ്യമാക്കി തീർക്കുന്ന ഒരു സമീപനവും കൈക്കൊണ്ടിരിക്കുന്നു. 3 ലക്ഷം രൂപ കറൻസിയായി കൊടുക്കാം. ബാക്കി രൂപയുണ്ടെങ്കിൽ, ഒരു ഉദാഹരണത്തിന് വസ്തു ഇടപാടുകളിലൊക്കെ 30 ലക്ഷം രൂപയുടെ ഇടപാടാണ് സർക്കാരിനെ അറിയിച്ചു കൊണ്ട് ചെയ്യുന്നതെങ്കിൽ 3 ലക്ഷം രൂപ കറൻസിയായി കൊടുക്കാം. ബാക്കി ചെക്കായോ DD-ആയോ ഇനി ഓൺലൈൻ വഴിയോ കൈമാറുന്നു എന്ന് പറഞ്ഞാൽ അതിന് വളരെ സുവ്യക്തമായ അക്കൗണ്ടബിലിറ്റി വരുന്നു. ലഭിക്കുന്നയാളിന് അതേ സംബന്ധിച്ച കണക്കുകൾ പറയാൻ ബാധ്യസ്ഥതയുണ്ട് എന്ന നിലയ്ക്ക് വരുന്നു. മറ്റൊന്ന്, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള നേരിട്ടുള്ള സംഭാവനയാണ്. അത് 20,000 രൂപ ആയി നിലനിന്നിരുന്നത് 2,000 രൂപയായി കുറച്ചിട്ടുണ്ട്. കറൻസിയിലൂടെ നേരിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാവുന്ന സംഭാവന. ഈ നിർദ്ദേശം BJP-യുടെയോ അരുൺ ജെയ്റ്റ്ലിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ഒന്നുമല്ല, മറിച്ച് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഒരു നിർദ്ദേശം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. ഈ നിലയ്ക്കുള്ള പ്രത്യേകതകളുള്ള ബജറ്റാണ് ഇന്നലെ അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചത്. ദേശാഭിമാനി ആ ബജറ്റ് പ്രതിപക്ഷ മനോഗതിയുള്ള പത്രമാണ്.
ആ ബജറ്റിനെ വിലയിരുത്തുന്നത് അത് കെടുതി എന്ന നിലയ്ക്കാണ്. കെടുതിയായി ഈ ബജറ്റ് മാറുന്നു. ബജറ്റിന് പുതുമയൊന്നുമില്ല, എങ്കിലും പുതിയ നികുതി ഭാരമില്ല. തീർന്നില്ല, നികുതിയിൽ ലേശം ഇളവും തരുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത്. പിന്നെ സാമ്പത്തികമായി ചൈനയെ വെല്ലാൻ കുതിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണല്ലോ എപ്പോഴും പ്രചരിപ്പിക്കപ്പെടുക. അമേരിക്ക തകരുകയാണ്, തളരുകയാണ്. വളർന്നു വരുന്നത് ഏഷ്യൻ ആധിപത്യമാണ് ലോകത്ത്. അതിൻ്റെ ഉജ്ജ്വലമായ പ്രകാശനം എന്ന് പറയുന്നത് ചൈനയാണ്. ആ ചൈനയെ രണ്ടാം സ്ഥാനത്തേക്കാക്കാൻ വെമ്പിക്കുതിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന നിലയ്ക്കുള്ള പ്രചാരണം നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ ഈ ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നാം വിലയിരുത്തേണ്ടി വരും. ടാക്സ് നെറ്റിൽ വരുന്ന ആകെ ഇന്ത്യക്കാർ 125 കോടിയിൽ 3.65 കോടി മാത്രമാണ് നികുതി നൽകുന്ന ഇന്ത്യക്കാർ. 4 കോടിയിൽ താഴെ, അതായത് 121 കോടി ഇന്ത്യക്കാർ ഒരു നിലവാരത്തിലുള്ള നികുതിയും നൽകുന്നില്ല എന്നതാണ് സത്യം. ഇനി ഇന്ത്യയുടെ ആഭ്യന്തര രംഗത്തേക്ക് വന്നാൽ 58% DGPയുടെ 58%വും 1% ആളുകളാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ പുതിയ നിക്ഷേപത്തുറകളൊന്നും കണ്ടെത്തിയിട്ടില്ല. പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതികളൊന്നും തന്നെ വിഭാവനം ചെയ്ത് അവതരിപ്പിക്കാൻ അരുൺ ജെയ്റ്റ്ലിക്ക് കഴിഞ്ഞിട്ടുമില്ല. ആ നിലയ്ക്ക് പുതിയതെന്തെങ്കിലുമുണ്ട് എന്ന് കടുത്ത BJPക്കാരന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ ഈ ബജറ്റിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഏകപക്ഷീയ ഭാഷണത്തിൻ്റെ ആചാര്യനാണ് മോഡി. മോഡി ദി മാസ്റ്റർ ഓഫ് മോണോലോഗ്. അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കില്ല, റേഡിയോ പോലെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം റേഡിയോ സന്ദേശവും വെച്ചിരിക്കുന്നത്, മൻ കി ബാത്ത്. അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കില്ല, ഇങ്ങോട്ട് ഏകപക്ഷീയമായി പറയുന്നതാണ് ഇഷ്ടം. ആ അർത്ഥത്തിൽ ഇന്നലെ ബജറ്റ് വന്നു. ബജറ്റ് വരുമ്പോൾ നമ്മുടെ പൈസ, ഇപ്പോൾ ബാങ്കിൽ കിടക്കുന്ന പൈസ എപ്പോഴെടുക്കാം എന്നതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നുമില്ല എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത. ദേശാഭിമാനി കെടുതി എന്ന നിലയ്ക്ക് നൽകിയിരിക്കുന്ന കെടുതി എന്ന ശീർഷകത്തിൽ തരുന്ന ബജറ്റിനെ സംബന്ധിച്ച് കേരളത്തിന് നിരാശയാണുള്ളത് എന്ന നിലയ്ക്ക് വാർത്ത തരുന്നു M. പ്രശാന്ത് ദില്ലിയിൽ നിന്ന്. ആ വാർത്ത ഇങ്ങനെ വായിക്കാം. കേരളത്തിന് നിരാശ, കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറിക്ക് അവഗണന, നാണ്യവിളകൾക്കായുള്ള വിലസ്ഥിരതാ നിധിക്ക് ഫണ്ടില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 1450 കോടി മാത്രം, കൊച്ചി മെട്രോയ്ക്ക് തുക വ്യക്തമാക്കിയതുമില്ല. റെയിൽ ബജറ്റ് കൂടി ഉൾച്ചേർത്തുള്ള ആദ്യ പൊതു ബജറ്റ് കേരളത്തിന് സമ്മാനിക്കുന്നത് നിരാശ മാത്രം. എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം മോദി സർക്കാർ തള്ളി. എയിംസ് അനുവദിച്ചത് ഗുജറാത്തിനും ജാർഖണ്ഡിനും മാത്രം. കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറിയും അവഗണിക്കപ്പെട്ടു. ഫാക്ട് പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിച്ചില്ല. റബ്ബർ ഉൾപ്പെടെ നാണ്യവിളകൾക്കായുള്ള വിലസ്ഥിരതാ നിധിയിലേക്ക് ഒന്നും വകയിരുത്തിയില്ല. എയിംസ് ഗുജറാത്തിന് രണ്ടാമതൊരു എയിംസ് കൂടി കൊടുത്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് അനുപമമായ റെക്കോർഡ്, 100% സാക്ഷരത തുടങ്ങിയ കാര്യങ്ങളുള്ള കേരളത്തിന് ഒരു എയിംസ് പോലും തരാൻ സർക്കാർ നീതി കാണിക്കാതെ ഇരിക്കുന്നു. കേന്ദ്രം സ്ഥലമെടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ നമ്മുടെ ഇവിടുത്തെ ചോട്ട BJPക്കാർ പറയുന്നുണ്ട്. എങ്കിലും തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, കോഴിക്കോട് എന്നീ 4 ജില്ലകളിൽ സ്ഥലമെടുത്തിട്ടുണ്ട്. എയിംസ് അനുവദിച്ചാൽ മതി എന്ന കാര്യം നമ്മുടെ മുഖ്യമന്ത്രി ദില്ലിയിൽ പോയി പ്രധാനമന്ത്രിയെ തെര്യപ്പെടുത്തിയതിന് ശേഷവും ഈ ബജറ്റിലും എയിംസ് ഇല്ല. എന്നു മാത്രമല്ല, ഗുജറാത്തിന് രണ്ടാമത് ഒരു എയിംസ്, ഛത്തീസ്ഗഡിന് എയിംസ്, എന്നിട്ടും നമുക്ക് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത് നിൽക്കുന്ന നമുക്ക് എയിംസ് ഇല്ല. അതാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറി എത്രയോ നാളുകൊണ്ട് 20 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ വരും, കോഴിക്ക് മുല വരുന്നത് മാതിരി. ഇത്തവണ അതുമില്ല. കെടുതിയാണ് ഈ ബജറ്റ്. നോട്ട് നിരോധനം വരുത്തിയ കെടുതി പരിഹരിക്കാൻ നിർദ്ദേശങ്ങളില്ലാതെ കേന്ദ്ര ബജറ്റ്.
എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണവും വിദേശ മൂലധന ശക്തികളുടെ കടന്നുവരവും ഉറപ്പാക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചത്. ലോക്സഭയിലെ മുതിർന്ന അംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇ അഹമ്മദിൻ്റെ വിയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബജറ്റ് അവതരണം മാറ്റിവെക്കണമെന്ന ആവശ്യം സർക്കാർ മാനിച്ചുമില്ല തുടങ്ങിയ വിശദാംശങ്ങളാണ് ബജറ്റുമായി ബന്ധിപ്പിച്ച് ഇന്ന് ദേശാഭിമാനി തരുന്നത് നമുക്ക്. ബജറ്റിൻ്റെ സവിശേഷത മാധ്യമം എന്ന പത്രം കണ്ടെത്തുന്നത് ഇത് ഒരു ഡിജിറ്റൽ സർക്കസ്, സാങ്കേപരമായ ഒരു സർക്കസാണ്. ആ അർത്ഥത്തിൽ അത് ഊന്നുന്നത് എവിടെയാണ് എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രത്യേകത മാധ്യമം എന്ന പത്രം നമ്മോട് പറയുന്നു. കാണുക, 5 ലക്ഷം വരെ ആദായ നികുതിയിൽ 5% ഇളവ്, കറൻസി ഇടപാട് പരിധി 3 ലക്ഷം, രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമായി നൽകാവുന്ന സംഭാവന 2000 രൂപ, 50,000 ഗ്രാമങ്ങളെ ദാരിദ്ര്യരഹിതമാക്കും, കേരളത്തിന് എയിംസ് ഇല്ല. എസ് സുരേഷ് കുമാർ ആ വാർത്ത ഇങ്ങനെ തരുന്നു മാധ്യമത്തിൻ്റെ ലീഡ് വാർത്തയായി. പണഞ്ഞെരുക്കം സൃഷ്ടിച്ച മാന്ദ്യത്തിന് പരിഹാര നിർദ്ദേശങ്ങളില്ലാതെ സാധാരണക്കാരെ ഡിജിറ്റൽ പണമിടപാടിൻ്റെ മായിക ലോകത്തിലേക്ക് നയിക്കാനുള്ള വ്യഗ്രതയുമായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ സംയുക്ത ബജറ്റ്. കർഷകർക്കായി 10 ലക്ഷം കോടിയുടെ വായ്പാ ലക്ഷ്യം, 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരുടെ ആദായ നികുതി 10-ൽ നിന്ന് 5% കുറച്ചതടക്കം ഇളവുകളുടെ മേമ്പൊടി. ജനപ്രിയമാകാൻ കഴിഞ്ഞില്ലെങ്കിലും പരിഷ്കരണ നീക്കങ്ങളിൽ വ്യവസായ ലോകത്തിന് സന്തോഷമുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ടു പോകാവുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക പരിസരം മോദി എപ്പോഴും ഉറപ്പാക്കുന്നു എന്നതാണ് അതിന് കാരണം. ഒരു ബജറ്റ് വരുമ്പോൾ നമുക്കെന്ത് ലഭിച്ചു എന്ന് നാം ആലോചിക്കുന്നത് ജനാധിപത്യ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ്. ജനാധിപത്യം തന്നെ അധികാരം വീതം വയ്ക്കുന്ന വ്യവസ്ഥയാണ്. എല്ലാവർക്കും അവരർഹിക്കുന്ന അധികാരം, അതാണ് ജനാധിപത്യം നൽകുന്നത്. എങ്കിൽ ആ അധികാരത്തിന് പൂരകമായ സാമ്പത്തിക വീതം വയ്ക്കലും അതിനൊപ്പമുണ്ടാകും. അതുകൊണ്ടാണ് എത്ര ജനാധിപത്യം നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എത്ര റെയിൽവേ നമുക്ക് ലഭിച്ചു, എത്ര പാളം ലഭിച്ചു, എത്ര പാളം ഇരട്ടിപ്പിച്ചു, വൈദ്യുതിവൽക്കരിച്ചു, നമുക്ക് ഏതൊക്കെ പദ്ധതികൾ കിട്ടി എന്നൊക്കെ ഓർക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു രീതി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിന് കേന്ദ്രം കനിഞ്ഞനുവദിച്ച ജനാധിപത്യത്തിൻ്റെ അളവെത്ര, അതെത്രയുണ്ട്? ദാ കാണുക, ദേശാഭിമാനി വീണ്ടും പൊതുവാർത്താ പേജിൽ പറയുന്നു, കേന്ദ്ര ബജറ്റ് കേരളത്തിന് വട്ടപൂജ്യം, ഒന്നും കിട്ടിയില്ല. വട്ടപൂജ്യമാണ് കിട്ടിയത്. ജി രാജേഷ് കുമാർ ആ വാർത്ത തരുന്നത് കാണുക. മോദി സർക്കാരിൻ്റെ ബജറ്റ് കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു. 21.47 ലക്ഷം കോടി രൂപ വാർഷിക ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ കേരളത്തിന് എന്തെങ്കിലും ഉണ്ടായോ എന്ന് മഷിയിട്ട് നോക്കണം. സംസ്ഥാനം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് നാണ്യവിളവുകളുടെ വിലയിടിവ്. ഇക്കാര്യത്തിൽ കർഷകരെ സഹായിക്കുന്ന ഒരു സമീപനവും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായില്ല. BJPയോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന് പലപ്പോഴും പത്രങ്ങൾ പറയുന്ന മാണി സാറിന് ഇക്കാര്യത്തിൽ കുറച്ച് വിയർക്കേണ്ടി വരും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്നലെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തടസ്സമായി ഉന്നയിക്കപ്പെട്ടത് ഇ അഹമ്മദിൻ്റെ മരണമായിരുന്നു. അദ്ദേഹം കുഴഞ്ഞു വീണത് പാർലമെൻറ്റിൽ തന്നെയാണ്, സിറ്റിംഗ് MP ആണ്. അതുകൊണ്ടൊക്കെ ബജറ്റ് അവതരണം മാറ്റിവെക്കും ഒരു ദിവസത്തേക്ക് എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരു ദിവസം മാറ്റിവെച്ചാലൊന്നും ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല എന്ന് നമുക്കറിയാം. മാറ്റിവെച്ചില്ല എന്നത് പോട്ടെ, ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റിന്. ദീപിക എന്ന പത്രത്തിൻ്റെ 1-ാം പുറം കാണുക. ബജറ്റ് അവതരണം ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്തരിച്ച ഇ അഹമ്മദിനോടുള്ള ആദരസൂചകമായി സഭ ഇന്ന് സമ്മേളിക്കില്ല എന്ന് സ്പീക്കർ അറിയിച്ചു. ഇന്ന് അതുകൊണ്ട് MP-മാർക്ക് പാർലമെൻറ്റിലേക്ക് പോകേണ്ടതില്ല, സഭ ഇന്ന് കൂടുന്നില്ല. ആ നിലയ്ക്കാണ് വാർത്തകൾ നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ബജറ്റിനെ കുറിച്ച് പൊതുവിൽ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന സവിശേഷത, ഏതൊക്കെ സാധനങ്ങൾക്ക് വില കൂടും, ഏതൊക്കെ സാധനങ്ങൾക്ക് വില കുറയും. ഇത്തവണത്തെ ബജറ്റ് സാധാരണഗതിയിലുള്ള
ഒരു വരവ് ചിലവ് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്നതിന് കാരണം ഗൗരവതരമായ വില കൂടുതലും കുറയലും അടിയന്തിരമായ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ചല്ല സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ വശം, ബജറ്റിൻ്റെ ആ വശം ഒന്ന് പരിശോധിക്കാവുന്നതാണ്. എന്തൊക്കെ വില കൂടി, എന്തിനൊക്കെ വില കൂടി, എന്തിന് വില കുറയുന്നു, റെയിൽവേ റെയിൽവേയെ സംബന്ധിച്ച് എന്തൊക്കെ പ്രത്യേകതയാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്, ആ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ബജറ്റ് മുഖാന്തിരം വില കൂട്ടിയവ, വില കുറയുന്നവ. വില കൂട്ടുന്നവരുടെ ലിസ്റ്റിൽ 2 ലിസ്റ്റുകളിലും ജനകീയമായ ഉൽപ്പന്നങ്ങൾ യാതൊന്നുമില്ല. വില കൂടുന്നവ നോക്കുക, സിഗരറ്റ്, ചുരുട്ട്, ബീഡി എന്നീ പുകയില ഉൽപ്പന്നങ്ങൾ, അതെല്ലാം എപ്പോഴും വരുന്നതാണ്. LED ബൾബുകൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങിയവയ്ക്ക് ഈ ബഡ്ജറ്റ് വഴി വില കൂടും. കുറയുന്നവ സോളാർ പാനലുകൾ, ജനകീയമല്ലെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. സോളാർ പാനലുകൾ, ബയോഗ്യാസ് ഉൽപ്പന്നങ്ങൾ, POS മെഷീനുകൾ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സെയിലിലെ മെഷീനുകൾ, സ്കൈപ്പിംഗ് മെഷീൻസ് എന്ന് മാത്രമാണ് അർത്ഥം, കാർഡ് ഉരയ്ക്കാവുന്ന മെഷീനുകൾ, വിരലടയാള ഗ്രാഹി യന്ത്രങ്ങൾ, ഇവയൊക്കെ തന്നെ ഡീറ്റലൈസേഷനുമായി ബന്ധിപ്പിച്ച് വരുന്ന, ആ ഇടപാടുകളുമായി ബന്ധിപ്പിച്ച് വരുന്ന ഉപകരണങ്ങളാണ്. അവയ്ക്കൊക്കെ വില കുറയുകയും ചെയ്യും. സാധാരണഗതിയിൽ വില കൂടുക, കുറയുക തുടങ്ങിയ സാധനങ്ങൾ വളരെ ജനകീയമായ സാധനങ്ങളായിരിക്കും. അരിവില, പഞ്ചസാര വില അതൊന്നുമല്ല ഇത്തവണ. ആ അർത്ഥത്തിലെ സവിശേഷതകൾ ഇതിനുണ്ട്. റെയിൽവേയുമായി ബന്ധിപ്പിച്ച് 1,34,000 കോടി രൂപയാണ് ബജറ്റ് വിഹിതം റെയിൽവേക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. പ്രത്യേക ബജറ്റില്ല. ഇതിൽ 51,000 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ്. ബാക്കിയാണ് പൊതുരംഗത്ത് നിന്ന് സമാഹരിക്കുന്നത്. 1,00,000 കോടി റെയിൽവേ സുരക്ഷാ ഫണ്ടാണ്. 3,500 കിലോമീറ്റർ പുതിയ പാത കമ്മീഷൻ ചെയ്തു. ബയോ ടോയ്ലറ്റുകൾ ഉണ്ടാവും. ആൾ ഇന്ത്യ റെയിൽവേ ക്രോസ് 2020 ഇല്ലാതാകും. ശരിക്കും പറഞ്ഞാൽ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും നാം നോക്കാറുണ്ട്, നമുക്കെത്ര പുതിയ പാതകൾ കിട്ടി, എത്രത്തോളം പുതിയ റെയിലുകൾ നീട്ടി, അതുമാതിരി എത്ര റെയിലുകൾ ഇരട്ടിപ്പിച്ചു, എത്ര റെയിലുകൾ വൈദ്യുതീവൽക്കരിച്ചു, എത്ര യാത്രാക്കൂലി കുറഞ്ഞു, ചരക്ക് കൂലി കുറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ ചർച്ചാ പ്രമേയങ്ങളാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആ ചർച്ചകളിലൂടെയാണ് സാധാരണക്കാർ ഈ സർക്കാരിൻ്റെ ഇടപാടുകളിൽ ബന്ധപ്പെടുന്നത്. ആ ചർച്ചയാണ് യഥാർത്ഥത്തിൽ, ചർച്ചയ്ക്കുള്ള പരിസരമാണ്, സാധ്യതയാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാർ നിഷേധിച്ചിരിക്കുന്നത്. എന്താണ് ഈ റെയിൽവേ ബഡ്ജറ്റിലൂടെ 1,34,000 കോടിയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നാം ആലോചിക്കാനേ പോകുന്നില്ല. അതായത് ബജറ്റ് കേവലം ഒരു അധികാര സ്ഥാപനത്തിൻ്റെ പത്രമായി മാറുന്നു, അധികാര സ്ഥാപനത്തിൻ്റെ ഒരു വരവ് ചിലവ് കണക്കായി മാറുന്നു. ജനങ്ങൾക്ക് യാതൊരു പങ്കും നൽകാൻ തീരുമാനിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ആത്മഭാഷണത്തിൻ്റെ ആചാര്യനാണ് മോദി എന്ന് തെളിയിക്കുന്നു ഇത്തവണത്തെ ബജറ്റ്. അതായിരിക്കും ഏറ്റവും വലിയ ചർച്ചാ പ്രമേയമായി മാറിത്തീരാൻ പോകുന്നത്. എല്ലാം ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു, ജനങ്ങളെ ഡിസ്കോഴ്സുകളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ജനാധിപത്യ വിരുദ്ധതയുടെ പൊതുവായ ഒരു നെറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപം കൊള്ളുന്നു. അപായകരമായ സൂചന അതുതന്നെയാണ്. ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒരുപക്ഷെ തുടർ വാർത്തകളായി മാറാനിടയുള്ള, വിവാദങ്ങൾക്ക് തിരികൊളുത്താനിടയുള്ള വാർത്ത ഈ അഹമ്മദിൻ്റെ നിര്യാണമാണ്. മലയാള മനോരമ ആ വാർത്തയുടെ പ്രാധാന്യം കൊണ്ട് തന്നെ അത് ആദ്യ പേജിലെ 1ാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു. ഈ അഹമ്മദിന് നാടിൻ്റെ യാത്രാമൊഴി എന്ന ശീർഷകത്തിൽ വാർത്ത ഇങ്ങനെ നമുക്ക് വായിക്കാം. മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനും ലോക്സഭാംഗവും കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രിയുമായിരുന്ന നേതാവ് ഈ അഹമ്മദിന് നാടിൻ്റെ അന്ത്യാഞ്ജലി. രാജ്യാന്തര നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ ജ്വലിക്കുന്ന മുഖമായിരുന്ന അഹമ്മദിന് 10,000 ദില്ലിയിലും കോഴിക്കോടും കണ്ണൂരിലുമായി അന്ത്യോപചാരമർപ്പിച്ചു. ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് കണ്ണൂർ താണയിലെ വസതിയിലെത്തിച്ച ഭൗതികദേഹം ഇന്ന് രാവിലെ 8:30 കണ്ണൂർ കോർപ്പറേഷൻ ഗ്രൗണ്ടിലും 10:30 സിറ്റി ദിനുൽ ഇസ്ലാം സഭ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലും പൊതുദർശനത്തിന് വയ്ക്കും. 11 മയ്യത്ത് നമസ്കാരത്തിന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടെ സിറ്റി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും.
സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ചേരുന്ന അനുശോചന യോഗത്തിൽ പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് അതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇ അഹമ്മദ് 25 വർഷം ലോക്സഭാംഗമായിരുന്നു. 78 വയസ്സിൽ മരിക്കുമ്പോൾ 18 വർഷം അദ്ദേഹം നിയമസഭാംഗമായിരുന്നു. 10 വർഷം കേന്ദ്രമന്ത്രിയായിരുന്നു. 24 തവണ UN അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പ്രസംഗിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മരണം ദുരൂഹമായിരിക്കുന്നു എന്നതാണ് ഇന്ത്യക്കാരെയും പ്രത്യുത മലയാളിയെയും സംഭ്രമിപ്പിക്കുന്ന കാര്യം. മെനിഞ്ഞാന്ന് പാർലമെൻറ്റിൻ്റെ ബിസിനസ് നടക്കുന്ന സമയത്ത് രാഷ്ട്രപതി പ്രസംഗിച്ചു നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നു അദ്ദേഹം കുഴഞ്ഞു വീണത്. പെട്ടെന്ന് തന്നെ RMLലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയുണ്ടായി, റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക്. എല്ലാ വിദഗ്ധ ചികിത്സയും അവിടെ നൽകണം എന്ന നിർദ്ദേശവും പോയിരുന്നു. ഇന്നലെ പുലർച്ചെ 2:15 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. സത്യത്തിൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് വാർത്ത. ആ അർത്ഥത്തിൽ എന്താണ് ഇതുമായി നടന്ന ഒരു അന്തർഗതങ്ങൾ, എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടോ, അതേ സംബന്ധിച്ച വാർത്ത അറിയണമെങ്കിൽ ഇന്ന് ദേശാഭിമാനി തന്നെ വായിക്കണം. അതിൻ്റെ 2ാം ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കാണുക. ഇ അഹമ്മദിനോട് അനാദരവ്, ക്രൂരത. ബജറ്റ് അവതരിപ്പിക്കാൻ മരണവാർത്ത മറച്ചുവെച്ചു. മെനഞ്ഞാന്ന് രാവിലെ പാർലമെൻറ്റിൽ കുഴഞ്ഞു വീണ് റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അന്തരിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന ഡോക്ടർമാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല, ആവശ്യവുമില്ല. ആ അവസ്ഥയിൽ ആ മരണം മറച്ചുവെച്ചത് എന്തിന്? അത് ബജറ്റ് അവതരിപ്പിക്കുന്നത് മാറ്റിവെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മറച്ചത് എന്നാണ് പറയുന്നത്. അത് വിവാദമാകാൻ പോകുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ദില്ലിയിൽ നിന്ന് ആ മരണത്തെ സംബന്ധിച്ച ദുരൂഹത വാർത്ത അഖിൽ ദേശാഭിമാനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: മുൻ കേന്ദ്രമന്ത്രി ഇ അഹമ്മദിൻ്റെ മരണം മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയത് ആസൂത്രിതമായ ഗൂഢാലോചന. ബജറ്റ് അവതരണം തടസ്സപ്പെടാതിരിക്കാൻ കേന്ദ്ര സർക്കാർ മരണവിവരം പുറത്തുവിടുന്നത് വൈകിച്ചു. ബന്ധുക്കൾ ഇടപെട്ട് മരണവാർത്ത പുറത്തറിയിച്ചപ്പോൾ ബജറ്റ് അവതരിപ്പിച്ച് കേന്ദ്രം അഹമ്മദിനെ വീണ്ടും അപമാനിച്ചു. 12 മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് ദില്ലിയിൽ നിന്ന് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരുന്നത്. ആദ്യം ബജറ്റ് അവതരണം മാറ്റിവെക്കണമെന്ന് അവസാനം അഭ്യർത്ഥിച്ചിട്ട് അതുപോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. പറഞ്ഞ കാരണം ബജറ്റ് മാറ്റിക്കൂടാ, അത് ഒരു ഭരണഘടനാപരമായ മര്യാദയാണ്. നരേന്ദ്രമോദി ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും. കാരണം ഈ ഭരണഘടനയെ എത്ര തവണയാണ് തെരുവിലിട്ട് നരേന്ദ്രമോദിയുടെ പാർട്ടി ചവിട്ടി തേച്ചത് എന്ന് നമുക്കറിയാം, പള്ളി പൊളിക്കുന്നത് മുതൽ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതാ ഇവിടെ ഭരണഘടനാ മര്യാദയെക്കുറിച്ച് സംസാരിക്കുന്നവർ കഴിഞ്ഞതിൻ്റെ അങ്ങേ വിജയദശമി നാളിന് RSS നേതാവ് മോഹൻ ഭാഗവതിനെ മുക്കാൽ കണ്ടൻ നിക്കറിടിയിച്ച് ദൂരദർശൻ പരിപാടിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഏത് ഭരണഘടനയാണ് അപ്പോൾ സംരക്ഷിച്ചതെന്നൊന്നും ചോദിക്കരുത്. അത്യാവശ്യം വരുമ്പോൾ ഭരണഘടനയെക്കുറിച്ച് ആണയിടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എപ്പോഴാണ് ഇ അഹമ്മദ് മരിച്ചത് എന്ന് ആലോചിച്ചാൽ അതിപ്പോൾ അന്വേഷണത്തിൽ വരുമല്ലോ ഉറപ്പായും. അങ്ങനെ ആലോചിച്ചാൽ അതേ സംബന്ധിച്ച് ജന്മഭൂമി ഒരു കാര്യം സാമട്ടിൽ പറഞ്ഞു കളയുന്നതും ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അഹമ്മദ് ലോഹ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അഹമ്മദ് ഇന്നലെ പുലർച്ചെ 2:15 വിടവാങ്ങിയത് എന്ന് പൊതുവിൽ പറയുമ്പോൾ 2:15 മണിക്ക് മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെത്രയോ മുമ്പ് തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. ആ യാഥാർത്ഥ്യം 2:15 വിടവാങ്ങിയത് എന്ന് പറഞ്ഞ് ജന്മഭൂമി തമസ്കരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നതും പ്രസ്താവ്യമാണ്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ചില രാഷ്ട്രീയ ഘട്ടങ്ങളിൽ ബജറ്റ് അവതരണം അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും. നോട്ട് റദ്ദാക്കലിന് ശേഷം ബാങ്ക് വിലക്ക് എന്ന് പിൻവലിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയാത്ത നമ്മുടെ ധനമന്ത്രിയുടെ ഗതികേടിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്നലെ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ഈ കാർട്ടൂൺ കാണുക. നോട്ട് റദ്ദാക്കലിൻ്റെ ചൂടിനിടയിലുള്ള വറുതിയിലൂടെ ഒരു സഞ്ചാരമായിരുന്നു ബജറ്റ് അവതരണം. അതായിരുന്നു ജെയ്റ്റ്ലിയുടെ യാത്ര. 2017 ബജറ്റ് എന്ന വിരിച്ച പരവതാനിയിലൂടെ ചൊരിമണൽ ചൂട് താണ്ടി വിയർത്തു കുളിച്ചു വരുന്ന ജെയ്റ്റ്ലിയുടെ
കേശവ് കാർട്ടൂണാക്കി, ഹിന്ദു ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ലോ കോളേജിലെ പേരിന് ഉള്ള സമരം ഇനി എത്ര നാൾ കൂടി താണ്ടുമെന്ന് നമുക്കറിയില്ല. എങ്കിലും നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. പ്രിൻസിപ്പൽ പോയി, എന്നിട്ടും പ്രിൻസിപ്പലിൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രകടനം നടത്തിയ BJP-കാരെ പോലീസ് അടിക്കുന്ന ചിത്രം സിറ്റി കൗമുദി ഒന്നാം പുറം തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.